പാഷനാണ് ബുക്ക് ചെയ്ത്. പാഷൻ കൊണ്ട് മാത്രം നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പാഷന്റെ പുറത്ത് നമ്മൾ ഒരു ഇപ്പൊ നിങ്ങൾക്കൊരു പാഷൻ ഉണ്ട്, നിങ്ങൾ അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് പറ്റും, നിങ്ങൾ ഹാർഡ് വർക്കാണ്, നിങ്ങൾ അങ്ങനെ ചെയ്ത് പറ്റും. ചില ആൾക്കാരെ ഭാഗ്യം കൂടിയും വേണം. ഇപ്പൊ എനിക്കും ആഗ്രഹമുണ്ട് ഒരു തിരക്കഥ എഴുതി അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എഴുതി ഒരു സിനിമ, എൻ്റെ തിരക്കഥ സിനിമയാക്കണം എന്നും, അല്ലെങ്കിൽ ഈ ബുക്ക് ഒരുപാട് വിറ്റ് പോകണം, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഞാൻ എഴുതാൻ പോണ നോവല് കുറെ വിറ്റ് പോകണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. നമുക്ക് അതിനെ വെച്ച് ഹാർഡ് വർക്ക് ചെയ്യാം, നമുക്ക് ഒരുപാട് പരസ്യം കൊടുക്കാം, ഇൻസ്റ്റാഗ്രാമിൽ ഇത് ചെയ്യാം. പക്ഷെ ഒരു ഉപജീവന മാർഗമായിട്ട് അത് എത്രത്തോളം പോസിബിൾ ആവുമെന്ന് തോന്നുന്നില്ല. മാർക്കറ്റിംഗ് ചെയ്യാം, പക്ഷെ എത്രത്തോളം പോസിബിൾ ആവുമെന്ന് തോന്നുന്നില്ല. എന്ത് പ്രശ്നം ഉണ്ടായാലും അങ്ങോട്ട് വിളിച്ച് ഞാൻ കോംപ്രമൈസ് ചെയ്യും. അങ്ങനത്തെ ആളാണല്ലോ. അത് ശരിയാ. ഇപ്പോഴത്തെ തലമുറ എഴുതും എന്നാണ് എന്റെ വിചാരം. തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മള് ബഷീർ അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അതിനേക്കാൾ അടിപൊളി ബുക്കുകൾ ഇനി വരാനിരിക്കുന്നുണ്ടാവുള്ളൂ പുതിയ കാലഘട്ടത്തിൽ. നമ്മൾ ഒരിക്കലും നമ്മുടെ തലമുറ അനുകൂടി എല്ലാം അവസാനിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തോടുകൂടി നല്ല കലാമൂല്യങ്ങളൊന്നും വരില്ല എന്ന് ഞാനൊരിക്കലും അങ്ങനെ വിശ്വസിക്കുന്നില്ല. നല്ലതിന് വരാനുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രസാദ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങളൊരു ടെക്കി ആണെന്ന് ഞാൻ പറഞ്ഞു. എവിടെയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്? എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ കൊച്ചിയിലൊരു IT ഫേമിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഈ ബുക്ക് എഴുതുന്നത് ഒരിക്കലും ലീവ് എടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു പാർട്ട് ടൈം ആയിട്ട് പോലും വേണമെങ്കിൽ ഇതിനെ പറയാൻ പറ്റത്തില്ല. ബിക്കോസ് അച്ഛൻ രോഗശൈലിയിൽ കിടന്നിരുന്ന സമയത്ത്, അപ്പച്ചൻ രോഗശൈലിയിൽ കിടന്ന സമയത്ത് ആശുപത്രി വരാന്തര ഇടനാഴികളിലും അതിൻ്റെ സ്ഥലങ്ങളിലും ഒക്കെ ഇരുന്ന് എഴുതി തീർത്ത ഒരു കഥ തന്തുവാണ്, അല്ലെങ്കിൽ ഒരു നോവലാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത് ഇപ്പോൾ പബ്ലിഷ് ചെയ്തു, കുറേയധികം 10,000-ത്തിനടുത്ത് കോപ്പികൾ വിറ്റുപോയി, 2ാം പതിപ്പ് ഇറങ്ങി. അപ്പോൾ ഇത് അത്യാവശ്യം ശമ്പളമൊക്കെ ഉള്ള ജോലികളാണെന്ന് എനിക്കറിയാം, മറ്റേ ജോലി. അപ്പോൾ ഇനി ഒരു 3 വർഷത്തിന് ശേഷം പ്രസാദ് ബേബി എങ്ങനെ ഒരു എഴുത്തുകാരനായിട്ടാണ് അറിയപ്പെടാൻ ഉദ്ദേശിക്കുന്നത്, അതോ മറ്റേ ടെക്കിയായിട്ട് തന്നെ തുടരുമോ? ഇത് ഉപജീവന മാർഗമാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇതൊരിക്കലും ഉപജീവന മാർഗമായിട്ട് ഞാൻ ജോലി ഇല്ലാതെ എഴുത്ത് മാത്രമായിട്ട് മുന്നോട്ട് പോകാനാണോ? അതെ, ഒരിക്കലും അങ്ങനെ പോസിബിൾ അല്ല. അതെന്താ? കാരണം നമ്മൾ ഒരു നോവലിസ്റ്റ് എന്ന് പറയുമ്പോൾ അയാൾ ഏതെങ്കിലും എഴുത്തുകാരൻ മാത്രമായിട്ടുള്ള എഴുത്തുകാരുണ്ടോ? സിനിമയിൽ ചിലപ്പോൾ ഉണ്ടാവും, തിരക്കഥാകൃത്ത് മാത്രമായിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഒരു എഴുത്തുകാരന് അങ്ങനെ ഒരു നോവലിസ്റ്റിന് ഒരിക്കലും ബുക്ക് എഴുതി അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അവരൊക്കെ വലിയ വലിയ ആളുകളായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബുക്ക് ഒരു പാഷനാണ്, ബുക്ക് ചെയ്ത് പാഷൻ കൊണ്ട് മാത്രം നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പാഷന്റെ പുറത്ത് നമ്മൾ ഒരു ഇപ്പൊ നിങ്ങൾക്കൊരു പാഷൻ ഉണ്ട്, നിങ്ങൾ അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് പറ്റും, നിങ്ങൾ ഹാർഡ് വർക്കാണ്, നിങ്ങൾ അങ്ങനെ ചെയ്ത് പറ്റും. ചില ആൾക്കാരെ ഭാഗ്യം കൂടിയും വേണം, പാഷൻ മാത്രം പോരാ. അപ്പൊ നമുക്ക് ആ ഭാഗ്യം, കാരണം എനിക്ക് ഈ പാഷൻ കുറെ നാളായിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴാണ് എനിക്കൊരു ബുക്ക് എഴുതാൻ പറ്റിയത്. പക്ഷെ പബ്ലിഷ് ചെയ്യാനൊക്കെ പറ്റുമെന്ന് വിചാരിച്ചിരുന്നു പ്രസാദ്? പബ്ലിഷ് ചെയ്യുക എന്നുള്ളത് സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സാണ്. എഴുതി തീർക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പാട്. ഞാൻ ഇത്രയും കാലം കരുതുന്നത് ബുക്ക് പബ്ലിഷ് ചെയ്ത് പ്രസാദരെ ഏൽപ്പിച്ച് വിതരണം നടത്തുന്നതാണ് ഏറ്റവും വലിയ പാടാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് പോലെ പബ്ലിഷേഴ്സ് ഉണ്ട്. പബ്ലിഷേഴ്സ് വേണമെന്നില്ല ഒരു ബുക്ക് ഇറക്കാൻ. അത്യാവശ്യം പ്രൂഫ് റീഡ് ഇപ്പൊ ഇഷ്ടം പോലെ AI ടൂളുകളുണ്ട്. നമ്മൾ എഴുതിയ മാനുസ്ക്രിപ്റ്റ് നേരെ ഈ ടൂളിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല കറക്റ്റ് ആയിട്ട് നല്ല ഇതായിട്ട് വരും. അക്ഷരതെറ്റൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ നല്ല കറക്റ്റ് സ്പേസിങ് കൊടുത്ത് ഒരു A5 ബുക്കിന് വേണ്ട സെറ്റായിട്ട് വരും. ഈ കവർ ഇമേജ് ഇമേജ് ആണ്, ഇമേജ് എടുത്ത് ചെയ്തേക്കുന്നതാണ്. പബ്ലിഷേഴ്സിന് അവര് ഡിസൈൻ ചെയ്ത് തന്നേക്കുന്നതല്ല. പക്ഷെ ഇത് ഡിസൈനാണെന്നൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ കൊടുത്ത ഒരു ഡിസൈനാണത്. അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് പബ്ലിഷ് ചെയ്യാന്നുള്ളൂ. പിന്നെ ഈ പബ്ലിഷ് ചെയ്ത് അധികം ബുക്കുകൾ വിൽക്കുമ്പോഴൊക്കെ പിന്നീട് GSTയുടെ കാര്യങ്ങളൊക്കെ പിന്നെ ആലോചിച്ചാൽ മതി. പക്ഷെ അത്രയധികം ബുക്കുകൾ വിറ്റ് പോയാൽ മാത്രമാണ് ഇത് ഉപജീവന മാർഗമൊക്കെ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമ്മൾ ഓൾറെഡി ഈ പാഷന്റെ പുറത്ത്, ഇപ്പൊ എനിക്കും ആഗ്രഹമുണ്ട് ഒരു തിരക്കഥ എഴുതി അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എഴുതി ഒരു സിനിമ, എൻ്റെ തിരക്കഥ സിനിമയാക്കണം എന്നും, അല്ലെങ്കിൽ ഈ ബുക്ക് ഒരുപാട് വിറ്റ് പോകണം, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഞാൻ എഴുതാൻ പോണ നോവല് കുറെ വിറ്റ് പോകണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. നമുക്ക് അതിനെ വെച്ച് ഹാർഡ് വർക്ക് ചെയ്യാം, നമുക്ക് ഒരുപാട് പരസ്യം കൊടുക്കാം, ഇൻസ്റ്റാഗ്രാമിൽ ഇത് ചെയ്യാം. പക്ഷെ ഒരു ഉപജീവന മാർഗമായിട്ട് അത് എത്രത്തോളം പോസിബിൾ ആവുമെന്ന് തോന്നുന്നില്ല. മാർക്കറ്റിംഗ് ചെയ്യാം, പക്ഷെ എത്രത്തോളം പോസിബിൾ ആവുമെന്ന് തോന്നുന്നില്ല. ഇപ്പോഴും ഞാൻ പറഞ്ഞു എല്ലാവർക്കും പാഷൻ ഉണ്ട്. ഇപ്പൊ ചിത്രം വരയ്ക്കാൻ അറിയുന്ന ഒരാള്, അയാൾക്ക് ചിത്രം വര ഭയങ്കര പാഷനാണ്, പക്ഷെ അയാൾക്ക് അത് വെച്ച് മുന്നോട്ട് പോകാൻ നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര സാറൊക്കെ പറയില്ല, പാഷൻ, നിങ്ങൾ പാഷനെ മുറുകെ പിടിച്ച്
മുന്നോട്ട് പോവുക എന്നൊക്കെ പറയൂലോ. പുള്ളിയുടെ പാഷനാണല്ലോ ഇപ്പൊ പുള്ളി എത്തിച്ചേർന്നത്. അതെ, പക്ഷെ കുറച്ച് ഭാഗ്യം കൂടിയും വേണം, ഇച്ചിരി ഭാഗ്യം, ഇത്തിരി ഭാഗ്യം കൂടി ഉണ്ടായാലും നമ്മൾ ആ പൊസിഷനിലേക്ക് എത്തുള്ളൂ. ഇപ്പൊ ക്രിക്കറ്റ് കളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തില് മിക്ക സ്കൂളുകളിലും നല്ല കഴിവുള്ള ക്രിക്കറ്റ് കളിക്കാരുണ്ട്, പണ്ട് മുതലേ ഉണ്ട്. അതിലിപ്പോ ഒരു സഞ്ജു സാംസൺ മാത്രമാണ് എത്തിപ്പെട്ടത്. സഞ്ജു സാംസനെ പോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവരൊക്കെ നമ്മൾ പേരെങ്കിലും പറഞ്ഞു, പക്ഷെ ആ പേരൊന്നും പോലും അറിയാത്ത ഒരുപാട് പേര് ഈ കൊച്ചിയില് ഗ്രൗണ്ടിലൊക്കെ വന്നറിയാം, നിന്ന് സിക്സ് അടിക്കണാണ്. പക്ഷെ അവരൊന്ന് എത്തി ഈ പറഞ്ഞ സഞ്ജു സാംസനൊക്കെ അടിക്കുന്നേക്കാളും പെശകായിട്ട് സിക്സ് അടിക്കണം, നിന്ന് സിക്സ് അടിക്കുന്ന പിള്ളേരെ കാണാം. വലിയ ഗ്രൗണ്ടിൽ നിന്നടിച്ച് ഒരു സ്കൂളിന്റെ ചില്ലൊക്കെ അടിച്ച് തകർക്കണ പിള്ളേരെ കാണാം, ധോണിയേക്കാൾ അടിപൊളിയൊക്കെ ആയിട്ട് കളിക്കുന്ന പിള്ളേരെ കാണാം. പക്ഷെ അവരൊന്നും എത്തുന്നില്ല. അത് കുറച്ച് ഭാഗ്യക്കുറവുണ്ട്. അപ്പൊ പാഷൻ മാത്രം പോരെ, കുറച്ച് ഭാഗ്യം കൊണ്ട് നമുക്ക്. അപ്പൊ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ആ റിസ്ക് എടുക്കാനും പറ്റൂല, കാരണം ഫാമിലിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും. ഇത് മാത്രം നമുക്ക് നോക്കിയിരിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ നിമ്ന വിജയുടെ ഒരു ഇൻ്റർവ്യൂവിൽ അവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് അവരൊരു നോവൽ എഴുതാൻ വേണ്ടിയിട്ട് സെക്കൻഡ് പാർട്ട് എഴുതുന്നതിനെ കുറിച്ച് അവർ ആലോചിച്ചിരുന്നേ ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. അവരുടെ ആദ്യത്തെ നോവൽ പബ്ലിഷ് ചെയ്ത് 3 മാസം 3000 കോപ്പി മാത്രം വിറ്റുപോയതിന് ശേഷം സെക്കൻഡ് ബുക്ക് ഇറക്കിയപ്പോൾ ഒരു ദിവസം കൊണ്ട് 33,000 കോപ്പികൾ വിറ്റുപോയ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു സിനോപ്സിസാണ് ഞാൻ കണ്ടത്. അതിനകത്ത് അവർ പറയുന്നൊരു കേസുണ്ട്. രണ്ടാമത്തെ നോവൽ എഴുതണമെന്ന് ആഗ്രഹിച്ചിട്ടേ ഇല്ല, പക്ഷെ അത് ഞാൻ പോയി എഴുതി 2 വർഷം എടുത്തു അത്രേ ആ നോവൽ എഴുതാൻ. അത് കൂടാതെ അവർ അതിനു വേണ്ടി ബാംഗ്ലൂരോ ഏതോ സ്ഥലങ്ങളിലോ കൽക്കട്ടയിലോ ഒക്കെ പോയി താമസിച്ചു, അവരുടെ ജീവിതങ്ങൾ നോക്കി പഠിച്ചു. അത് ഈ നായിക കൽക്കട്ടയിലേക്ക്, അതിഥി എന്ന് പറഞ്ഞിട്ട് നായിക കൽക്കട്ടയിലേക്ക് കണ്ട പോകുന്നതാണ്, ബാംഗ്ലൂർ കണ്ട പോകുന്നൊരു സാധനം. ഞാനത് വായിച്ചാൽ അപ്പോൾ ഓർക്കുന്നില്ല. അതുപോലെ ഇത് രണ്ടാമത്തെ പാർട്ട് എഴുതാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂർ പോയി താമസിക്കുന്ന അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? എനിക്ക് ഓൾറെഡി പരിചയമുള്ള സ്ഥലമാണ് കൊച്ചിയും ബാംഗ്ലൂരും. ഓ, ബാംഗ്ലൂർ നല്ല പരിചിതമാണ്. ബാംഗ്ലൂർ ഞങ്ങള് ഫ്രണ്ട്സൊക്കെ ആയിട്ട് സ്ഥിരം പോകുന്ന സ്ഥലമാണ്. ഒരു വെള്ളിയാഴ്ച ഞങ്ങൾക്ക് സാറ്റർഡേ സൺഡേ അവധി ആയിരിക്കുമല്ലോ. വെള്ളിയാഴ്ച ഈ കാറ് ഞങ്ങളുടെ പോളോ കാറ്, എൻ്റെ കൂട്ടുകാരൻ്റെ വിവേകിന്റെ കാറാണ്. ഈ കാറിൽ വിവേകിന്റെ കാറ് അറിയാം, പോളോ കാറ്. അപ്പൊ അതിൽ പോവാത്ത സ്ഥലങ്ങളില്ല. അപ്പൊ അതില് ഞങ്ങൾ കയറി ബാംഗ്ലൂർ പോവും, കറങ്ങി അടിച്ച് ഞായറാഴ്ച വൈകിട്ട് വരും. ബാംഗ്ലൂർ എനിക്ക് നല്ല പരിചയമുള്ള സ്ഥലമാണ്. നമ്മുടെ കൊച്ചി പോലെ തന്നെ പരിചയമുള്ള സ്ഥലമാണ് ബാംഗ്ലൂർ. അതുകൊണ്ട് തന്നെ ഈ കഥ ബാംഗ്ലൂരിലാണ് രണ്ടാം പാർട്ട്. അതുകൊണ്ട് എനിക്ക് നല്ല അവിടുത്തെ എല്ലാ ഇടനാഴികളും വഴികളും പബ്ബുകളും ഒക്കെ എനിക്ക് നല്ല പരിചയമാണ്. അപ്പോൾ ഒരു ചോദ്യം ഞാൻ തീർക്കട്ടെ. രണ്ടാമതൊരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ഇപ്പോൾ പ്രസാദ് ബേബിയെ സംബന്ധിച്ചിടത്തോളം പ്രസാദ് ഈ ചാനൽ കൊണ്ടുവന്ന ഒരാളാണ്. ഞാനായിരുന്നു അതിന്റെ മെയിൻ ആങ്കർ. നമ്മൾ കുറേ മില്യൻസ് ഒക്കെ അടിച്ചു, കുറേ വൈറൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു, കുറേ തെറിവിളികൾ ഞാൻ കേട്ടിട്ടുണ്ട്, പ്രസാദും കേട്ടിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അല്ല, എന്നാലും എന്നെ വിളിക്കുന്ന പല കോളുകളും പ്രസാദന്റെ നമ്പറല്ലേ കൊടുക്കുന്നത്, ചാനലിന്റെ ഓണർ എന്ന് പറഞ്ഞ പല കോൾസും ഹാൻഡിൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് പലപ്പോഴായിട്ട്. അപ്പോൾ ഈ നോവൽ ഇപ്പം ജെൻസിയെ പുകഴ്ത്തി പറഞ്ഞല്ലോ, ഞാൻ ജെൻസിക്ക് എതിരൊന്നുമല്ല, പക്ഷേ ജെൻസിക്കാർ പുസ്തകങ്ങൾ വായിക്കുന്നു, അധികം വായിച്ച ജെൻസിയാണ്. അപ്പോൾ ഇതിനെതിരെ ഇപ്പോൾ അഖിൽ പി ധർമ്മജനൊക്കെ ഒരുപാട് ട്രോളുകൾ മേടിച്ചായിരുന്നു ഒരു കാലത്ത്. അപ്പോൾ താങ്കൾ എഴുതുന്ന നോവലിൽ ട്രോളുകൾ വന്നാൽ, ട്രോൾ എയറിൽ കയറ്റിയാൽ താങ്കൾ അതിനോട് എങ്ങനെ പ്രതികരിക്കും? ഞാൻ അതിനെ പോസിറ്റീവായിട്ടാണ് കാണുക. കാരണം ഒരാളെ നമ്മളെ ട്രോളുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് പേര് വായിച്ചിട്ടായിരിക്കുമല്ലോ അത് ട്രോളാ. അതെ. അപ്പൊ കുറച്ച് പേരിലേക്ക് എത്തിയല്ലോ എന്നുള്ളവരെങ്കിൽ ഞാൻ വിചാരിക്കുന്ന കൂടുതൽ ആൾക്കാർ വായിച്ചല്ലോ എന്നുള്ളൊരു മൈൻഡ് എൻ്റെ ഉണ്ട്. പിന്നെ ഞാൻ അതിനൊരു പോസിറ്റീവായിട്ട്, അല്ലെങ്കിൽ എല്ലാം എന്നെ അറിയാലോ, ഞാൻ എല്ലാം പോസിറ്റീവായിട്ട് എടുക്കുന്ന. അതെ. സാധാരണഗതിയിൽ ഇപ്പൊ ഞാൻ എന്തെങ്കിലും പ്രസാദം അങ്ങനെ പറഞ്ഞു, ആ ചേച്ചി അത് പോട്ടെ, അങ്ങനെ അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്കുക, അല്ല അങ്ങനെ അതുകൊണ്ടായിരിക്കാം എന്ന് പറയുന്ന ഒരാളാണ്. നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് മൈൻഡാണ്, എല്ലാവരും സമാധാനത്തോടെ പോവുക. അതിന്റെ പേരിൽ വള്ളി പിടിക്കാൻ ഞാൻ വള്ളി എറിയാൻ പോകുന്നില്ല. ഇങ്ങോട്ട് വരുന്ന വള്ളികളെ ഇങ്ങനെ സമാധാനത്തോടെ തടുക്കും. ഞാൻ അങ്ങനെ എന്ത് പ്രശ്നം ഉണ്ടായാലും അങ്ങോട്ട് വിളിച്ച് ഞാൻ കോംപ്രമൈസ് ചെയ്യും. അങ്ങനത്തെ ആളാണ്. അത് ശരിയാ. അപ്പൊ അങ്ങ് പിടിച്ചൊക്കെ എനിക്കറിയാം. അത് ശരിയാ. ഓക്കെ. അപ്പൊ ഇനി ഈ നോവലിന്റെ സെക്കൻഡ് പാർട്ട് തേർഡ് പാർട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇനി നോവൽ തുടരുമോ? അടുത്ത പുതിയൊരു സ്റ്റോറി എന്തെങ്കിലും ത്രെഡ് എന്തെങ്കിലും കിട്ടുമോ, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട്? പുതിയ സ്റ്റോറി ഓൾറെഡി നമ്മള് എഴുതി പകുതിയാക്കി വെച്ചിട്ടുണ്ട്. ഓ, അത് അപ്പോഴേക്കുവാ? അപ്പൊ അതില് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ എഴുതി തുടങ്ങി കഴിഞ്ഞ ഒരു സ്റ്റാർട്ടിങ് പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. എഴുതി വെച്ചിട്ടുണ്ട്. അതൊരു ഈ പറഞ്ഞ ബുക്കിന്റെ പേജുകളുടെ എണ്ണം ഇതിനനുസരിച്ച് ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഈ ബുക്കിന് 330 രൂപയാണ്. പക്ഷെ അത്ര പേജ് ഉള്ളതുകൊണ്ട് അത്ര കോസ്റ്റ്ലി വരും. അതുകൊണ്ട് തന്നെ പേജുകളുടെ എണ്ണം കുറച്ച് ഒരു സ്റ്റോറി ഇറക്കണം, നല്ലൊരു
ഫസ്റ്റ് പേജ് മുതൽ അവസാനം പേജ് വരെ നല്ലൊരു ഫീൽ ഗുഡ് ആയിട്ടുള്ളൊരു നോവല് എഴുതണമെന്ന് ആഗ്രഹമുണ്ട്. ഇനി എഴുതാൻ പോകുന്നൊരു ഫീൽ ഗുഡ് ആയിരിക്കും. ഫീൽ ഗുഡ് ആയിരിക്കും. ഒരു പൊളിറ്റിക്കൽ ക്രൈം ത്രില്ലർ പ്രസാദിൽ നിന്ന് പ്രതീക്ഷിക്കാവോ? എനിക്ക് പൊളിറ്റിക്സിനെ കുറിച്ച് അത്യാവശ്യം നല്ലോണം അറിയാം. അതെ, അതാണ് ഞാനത് ചോദിച്ചത്. ക്രൈം എനിക്കത് അറിയില്ല. ത്രില്ലർ എനിക്ക് താല്പര്യമില്ല. അപ്പൊ ഒരു പൊളിറ്റിക്കൽ വേണമെങ്കിൽ എഴുതാൻ പറ്റും. ക്രൈമും ത്രില്ലറും പൊളിറ്റിക്സിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. ഞാനതാ പറഞ്ഞു, പത്രമാധ്യമങ്ങളിൽ വർക്ക് ചെയ്തതുകൊണ്ട് ഞാൻ അതാണ് ചോദിക്കാൻ കാര്യം, അങ്ങനെ എഴുതാൻ സാധിക്കുമെന്ന്. അപ്പൊ എന്തായാലും ക്രൈം ത്രില്ലർ പ്രതീക്ഷിക്കണ്ട. പൊളിറ്റിക്സ് പ്രതീക്ഷിക്കാം. കഥയിൽ പൊളിറ്റിക്സ് ഉണ്ടാവും. ഓക്കെ, നമ്മുടെ മലയാള സാഹിത്യത്തിന് ഇപ്പം ഈ പറയുന്ന പോലെ ഇപ്പൊ കാ പോലുള്ള കുറെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകൾ ഒക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. ആൾക്കാർ ട്രിവാൻഡ്രം ആയാലും കാലിക്കറ്റ് ആയാലും ഒരുപാട് പുസ്തകോത്സവങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ ഇതിനേക്കാളും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഇപ്പൊ എൻ്റെ പ്രസാദിൻ്റെയൊക്കെ തലമുറയിലുള്ള ആൾക്കാർ ഭയങ്കരമായിട്ട് പുസ്തകങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, വായനക്കാർ. ഇനി വരുന്ന ജനറേഷൻ അതിനെ ഫോളോ അപ്പ് ചെയ്യുമോ എന്നതിൽ പ്രതീക്ഷയുണ്ടോ? തീർച്ചയായിട്ടും. ഇത് നമ്മള് വിചാരിക്കുന്നത് നമ്മുടെ കാലഘട്ടത്തോടു കൂടി ഇത് അവസാനിക്കും. പണ്ട് മുതലേ അങ്ങനെയല്ല ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇനി എന്ത് ഈ തലമുറ എന്ത് ചെയ്യും, ഈ തലമുറ അങ്ങനെ ചെയ്യും. ഇതൊരിക്കലും അങ്ങനെ എല്ലാം മെച്ചപ്പെട്ടേ പോവുള്ളൂ. കാലഘട്ടം മാറുന്നതനുസരിച്ച് എല്ലാം മെച്ചപ്പെടേ ഉള്ളൂ. ഇപ്പൊ ഈ ബുക്കല്ല, ഇതിനേക്കാൾ വലിയ ബുക്കുകൾ അല്ലെങ്കിൽ ഇതിനേക്കാൾ ലെജൻഡറി ആയിട്ടുള്ള ബുക്കുകൾ വരാനും ഇപ്പോഴത്തെ തലമുറ എഴുതും എന്നാണ് എൻ്റെ വിചാരം. തീർച്ചയായിട്ടും. ഇനി ഇപ്പൊ നമ്മള് ബഷീർ അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അതിനേക്കാൾ അടിപൊളി ബുക്കുകൾ ഇനി വരാനിരിക്കുന്നുണ്ടാവുള്ളൂ പുതിയ കാലഘട്ടത്തിൽ. നമ്മൾ ഒരിക്കലും നമ്മുടെ തലമുറ അതോടുകൂടി എല്ലാം അവസാനിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തോടുകൂടി നല്ല കലാമൂല്യമുള്ളൊന്നും വരില്ല എന്ന് ഞാനൊരിക്കലും അങ്ങനെ വിശ്വസിക്കുന്നില്ല. നല്ലതിന് വരാനുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സരിക എന്ന് വിചാരിക്കുന്നത് എന്ത്? ഇനി ഇപ്പൊ സരിക ബിഗ് ബോസിൽ പോയല്ല, അടുത്ത ബിഗ് ബോസ് ഫുൾ തല്ലിപ്പൊളിയായിരിക്കും, നിങ്ങളുടെ ബിഗ് ബോസ് ആണ് വലുത്, അങ്ങനെയാണ് വിചാരിക്കുന്നത്? ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഞങ്ങളുടെ ബിഗ് ബോസേ പൊളിഞ്ഞതായിരുന്നു. അതിലും കൂടുതലാവാൻ സാധ്യതയില്ല. നന്നായാൽ കൊള്ളാം, ജനങ്ങൾക്ക് പ്രയോജനമുള്ള എന്തെങ്കിലും കിട്ടട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു നമ്മുടെ നോവലുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. എന്തുകൊണ്ടാണ് ക്ലാര എന്നുള്ള പേര് സെലക്ട് ചെയ്തത്? ക്ലാര വളരെ പ്രശസ്തമായിട്ടൊരു പേരാണ് ഈ ക്ലാര, ഉണ്ണികൃഷ്ണന്റെ ക്ലാര. അപ്പോൾ മണ്ണാർത്തോടിയിൽ ഉണ്ണികൃഷ്ണന്റെ ക്ലാരയായിരുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് പ്രസാദ് ബേബി ക്ലാര എന്ന പേര് എന്നെ വല്ലാതെ ആകർഷിച്ചിരുന്നു. ആൽബി ഓക്കെ ഫൈൻ, പക്ഷെ ഈ ക്ലാര എന്തുകൊണ്ടായിരുന്നു? ക്ലാര ഒരു മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട പേരാണ്. ഞാൻ ഈ ബുക്ക് ഇറക്കിയപ്പോൾ ഞാൻ ഇത്രയും കുറച്ചധികം ബുക്ക് വിറ്റു. ബുക്ക് ഇറങ്ങിയിട്ട് 2 മാസമായിട്ടുള്ളൂ. അതിനുള്ളിൽ തന്നെ ബുക്ക് അത്യാവശ്യം രീതിയിലേക്ക് ബുക്ക് വിറ്റു. അപ്പൊ ഞാൻ ഈ ക്ലാര എന്ന് പേരിടുമ്പോൾ തന്നെ എൻ്റെ മൈൻഡിൽ ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനത്തെ റീലിടണം, എങ്ങനത്തെ വീഡിയോസാണ് ഇതിന് അറ്റാച്ച് ചെയ്ത് വിടേണ്ടത് എന്നുള്ളൊരു മൈൻഡ് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഈ പറഞ്ഞ തൂവാനത്തുമ്പികളുടെ കഥാപാത്രത്തിന്റെ പേരിട്ട് കഴിഞ്ഞാൽ ആ മ്യൂസിക് ഇട്ട് മാർക്കറ്റ് ചെയ്യാം. അപ്പൊ എല്ലാവരും വിചാരിക്കുന്ന ഒരു അതിഭീകര പ്രണയകഥയാണെന്ന് വായിക്കുകയും പിന്നീട് പ്രണയം ഉണ്ടെങ്കിൽ പോലും വേറെ രീതിക്ക് പോകുമ്പോൾ മൈൻഡ് വേറെ രീതിക്ക് ഡൈവേർട്ട് ആകുമ്പോൾ ഇതിനൊരു വാവ് ബൂസ്റ്റ് കിട്ടും എന്നുള്ളൊരു മൈൻഡോട് കൂടിയാണ് ആ പേരിട്ടത്, ക്ലാര എന്ന് പേരിട്ടത്. അത് പോയിന്റ് ചെയ്ത് ചോദിച്ചത്. അതെ, അത് കാരണം എന്നെ ആകർഷിച്ചൊരു അതിൻ്റെ ഒരു ടൈറ്റിൽ അത്യാവശ്യം ആകർഷണീയതയുള്ള ഒരു സാധനമാണ്. അതിൽ എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ ഭയങ്കരമായിട്ടുള്ള അതിനകത്ത് ഇതൊന്നും കൊടുത്തിട്ടില്ല. പക്ഷെ ആ പേര് ക്ലാര അത് ഭയങ്കര ബുദ്ധി തന്നെ കേട്ടോ. എനിക്ക് തോന്നുന്നു ടെക്നിക്കൽ തല ഉള്ളത് കൊണ്ടായിരിക്കാം മാർക്കറ്റിംഗ് തലയും കൂടെ അതിനകത്ത് വർക്ക് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഓദറിന് മാർക്കറ്റിങ്ങിന്റെ ബുദ്ധി ഉള്ളത് വളരെ നല്ലതാണ്. ബുക്ക് സെല് ചെയ്ത് പോകണമല്ലോ എപ്പോഴായാലും. നമ്മളങ്ങനെ മാർക്കറ്റ് ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അതെ, തീർച്ചയായിട്ടും വളരെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഒരു ഡയറക്ടർ പ്ലസ് പ്രൊഡ്യൂസറൊക്കെ ആയിരുന്നല്ലോ ഒരു ചാനലിന്റെ. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും എന്തായാലും വളരെ പിന്നെ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ ഫാമിലിയിൽ ഇപ്പോൾ ഭാര്യയെ കുറിച്ച് പറഞ്ഞു. ആരൊക്കെയുണ്ട് ഫാമിലിയിൽ? ശരിക്കും നാട് ചാലക്കുടിയാണ്. ചാലക്കുടി പ്രോപ്പർ എവിടെയാണ്? ചാലക്കുടി അടുത്തുള്ള മുരിങ്ങൂർ എന്ന സ്ഥലത്താണ് ജനിച്ചതും വളർന്നും പഠിച്ചു. ഇവിടെ തന്നെ നാട്ടിൽ തന്നെയാണോ പഠനമൊക്കെ? നാട്ടിൽ തന്നെ. എല്ലാം നാട് തന്നെ. കുറച്ച് നാള് ഞാൻ ആലപ്പുഴയില് ഒരു കോളേജ് അവിടെയായിരുന്നു കുറച്ചുകൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയെല്ലാം തൃശ്ശൂര് ഞങ്ങളുടെ ചാലക്കുടി തന്നെയാണ് പഠിച്ചിരിക്കും. വീട്ടില് ഇപ്പൊ അപ്പനും അമ്മ, വൈഫ്, കൊച്ച്, അനിയനും ഫാമിലിക്ക് പുറത്താണ്. ഞങ്ങൾ മാത്രം ഉള്ളൂ. വൈഫ് എന്ത് ചെയ്യുന്നു? വൈഫ് അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. ഇപ്പോ പ്രഗ്നന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് അവര് വർക്കൊക്കെ നിർത്തി. മോനോ? സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ. മോനാണ് സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. അമ്മ വീട്ടിൽ തന്നെ.
കൂട്ടുകാരൊക്കെ എന്ത് പറയുന്നു നമ്മുടെ വിവേക്? അതുപോലെ വിവേക് UK-ലാണ്. വിവേകിനെ ശരിക്കും അറിയാം. അതെ, അറിയാം. ഞാൻ ആദ്യമായിട്ട് കാണുന്ന, അതായത് ഫസ്റ്റ് ടൈം നമ്മുടെ വർക്കിന് വരുന്ന അന്ന് സെൻട്രൽ മാളിൽ വെച്ച് നമ്മൾ മീറ്റ് ചെയ്യുന്ന ഒരാൾ വിവേകാണ്. വിവേക് UK-ലാണ്, വൈഫൊക്കെ ആയിട്ട് അവൻ അവിടെയാണ്. അവൻ വരും, ഇടയ്ക്കിടയ്ക്ക് വരും. ഒരു 3 ദിവസത്തിനുള്ളിൽ എല്ലാവരും വിളിക്കും. പിന്നെ സിനോജ് ചേട്ടൻ കണ്ടിട്ടില്ല. സിനോജ് ചേട്ടൻ ഇപ്പോഴും ഉണ്ട്. പിന്നെ ഉള്ളത് വിപിൻ, ജോസ് പോള്, എല്ലാവരും ഞാൻ പറഞ്ഞല്ലോ. എന്റെ ഒപ്പം ഞാൻ കൂട്ടായിട്ട് കൊണ്ടുനടന്നിട്ടുള്ള എല്ലാവരും എന്റെ കൂടെ ഇപ്പോഴും ഉണ്ട്. കോളേജിലെ ഫ്രണ്ട്സ് ഇപ്പോഴും ഉണ്ട്. എന്റെ കൂട്ടുകാരുണ്ട് മുത്തുരാജ്, അവൻ കല്യാണം കഴിച്ച് ഇപ്പോഴാണ് കുറച്ച് അല്ല അവര്. അപ്പൊ അവന്റെ കല്യാണത്തിൽ ഞങ്ങൾ എല്ലാവരും കൂടി മൂന്നാർ പീരുമേട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവരും ആയിട്ട് എല്ലാ കണക്ഷൻ കാത്തു സൂക്ഷിക്കണം. അവരെന്നെ വിളിച്ചില്ലെങ്കിൽ കൂടി അങ്ങോട്ട് വിളിച്ച് ബന്ധം പുതുക്കി. ചില ആൾക്കാർ പറയാറുണ്ടല്ലോ, ഞങ്ങൾ അങ്ങോട്ട് വിളിക്കില്ല, അവരിങ്ങോട്ട് വിളിക്കും. ഞാൻ എല്ലാവരും വിളിക്കും. അതുകൊണ്ട് അവരെന്നെയും വിളിക്കും. എല്ലാ വീക്കിലും ഫ്രണ്ട്സൊക്കെ ആയിട്ട് അടിച്ച് പൊളിക്കും. ഇപ്പൊ ഈ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് താഴെ ഒരാളുണ്ട്, അവന്റെ ഒപ്പം കറങ്ങാൻ പോകും. അങ്ങനെ. ഓക്കെ, വേറൊരു ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ചോദിക്കണ്ടെങ്കിൽ അത് പ്രസാദം സ്റ്റോപ്പ് ചെയ്യാവേ. അപ്പച്ചന്റെ കാര്യമാണ്. അപ്പച്ചൻ എനിക്കറിയാവുന്ന നാട്ടിൽ ഇത്തിരി സമന്വിതനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അതൊക്കെ അപ്പച്ചനെ കുറിച്ച് പറയുമ്പോൾ പ്രസാദ് വാചാലനായ കാലഘട്ടത്തിൽ ഞാൻ കണ്ടിട്ടുള്ളൂ. എനിക്കറിയാവുന്ന കാലഘട്ടങ്ങളിൽ മുഴുവൻ അപ്പച്ചൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, ജീവനോടെ ഉണ്ടായിരുന്നു. നമ്മൾ ആ ഒരു ഗ്യാപ്പ് വന്നതിന് ശേഷമാണ് ഈ രോഗങ്ങൾ വരുന്നതും പിന്നീട് ഞാൻ കേൾക്കുന്നത് മരണ വാർത്തയും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അപ്പച്ചൻ ഈ നോവൽ ഉണ്ടായിരുന്നെങ്കിൽ അപ്പച്ചൻ എങ്ങനെയായിരിക്കും? അപ്പച്ചൻ അത് അറിയാമായിരുന്നു? അപ്പച്ചന് പ്രസാദ് എഴുതുമെന്നൊക്കെ അപ്പച്ചനെ അറിയില്ലായിരുന്നു. ചെറുപ്പത്തിൽ നമ്മളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ എല്ലാവരും അത്യാവശ്യം ജോലിക്കാരാണ്. ഫാമിലിയിലെല്ലാവരും അവരെ മക്കളൊക്കെ അത്യാവശ്യം നല്ല പഠിക്കുക. അപ്പൊ അതില് ഞാൻ മാത്രമാണ് ഒരു ആവറേജ് പഠിക്കുന്ന ആള്. അപ്പൊ ചെറുപ്പം മുതൽ നമ്മൾ എഴുത്തെന്നൊക്കെ പറയുമ്പോൾ അവർക്കൊരു പഠിത്തക്കാർക്ക് പിടിക്കത്തില്ല. അപ്പൊ ഞാൻ ആഗ്രഹിച്ച ഫീൽഡിലൊന്നല്ല നമ്മള് പഠിച്ചതൊന്നും. എല്ലാവരും നമ്മുടെ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നുണ്ടോ. ഞാൻ ആഗ്രഹിച്ചത് മീഡിയ, ജേർണലിസം അങ്ങനെ പഠിക്കണമെന്നായിരുന്നു. പക്ഷെ എന്നെ അവര് വിട്ടത് ഈ പറഞ്ഞ കമ്പ്യൂട്ടർ അങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്ത്. അതുകൊണ്ട് തന്നെ ഈ എഴുത്തും സംഭവങ്ങളൊക്കെയും എൻ്റെ തന്നെ ഒരു സ്വകാര്യതയായിട്ട് ഞാൻ കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്. അപ്പച്ചനെ അറിയില്ല ഞാൻ എഴുതുന്ന കാര്യം. പക്ഷെ ഞാൻ കുറച്ചാള് മീഡിയയിൽ നാട്ടിൽ ഈ ഒരു ലോക്കൽ ന്യൂസിൽ കുറച്ചാൾ പ്രവർത്തിച്ചായിരുന്നു കോവിഡിന്റെ സമയത്ത്. ആ സമയത്ത് എൻ്റെ വോയിസ് ഒക്കെ ന്യൂസിൽ കൂടെ പുറത്തു വരായിരുന്നു ഇങ്ങനെ. അപ്പൊ ഞാൻ എങ്ങനെ വീഡിയോ എടുത്തു. അപ്പൊ എനിക്ക് കുറച്ച് പാസ്സൊക്കെ കിട്ടും. കോവിഡ് സമയത്ത് നമുക്ക് പുറത്തു പോകാൻ പാസ് കിട്ടും, മാധ്യമപ്രവർത്തന അങ്ങനെയുള്ള ഇതുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് പോയി വീഡിയോ എടുക്കും. അപ്പൊ അപ്പച്ചൻ ഇവൻ മാധ്യമ പ്രവർത്തകനായോ അങ്ങനെയൊക്കെ പറയുന്നത് ആ സമയം അങ്ങനെ അറിയായിരുന്നു. അല്ലാതെ ഞാനൊരു എഴുത്തുകാരനാവുമെന്നോ നോവൽ ഇറക്കുമെന്നോ അപ്പൊ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ശരി, അനിയനെ കുറിച്ച് പറഞ്ഞില്ല. എന്താണ് അനിയൻ എന്ത് ചെയ്യുന്നു? അനിയൻ അക്കൗണ്ടന്റ് ആണ്, ഇപ്പൊ ദുബായിലാണ്. അവന്റെ വൈഫ് ഒരു ആർക്കിടെക്റ്റ് ആണ്, ദുബായി തന്നെയാണ്. അനിയൻ ഞെട്ടിയോ പ്രസാദ് നോവൽ പബ്ലിഷ് ചെയ്തപ്പോ? അവനങ്ങനെ ഞെട്ടിയില്ല. വായിച്ചോ നോവല്? വായിച്ചില്ല. സത്യസന്ധമായ മറുപടി. അവൻ വായിച്ചില്ല. അവൻ നാട്ടിലുണ്ടായിരുന്നു. ഞാൻ ബുക്ക് ഇറങ്ങുന്ന സമയത്ത് നാട്ടിലുണ്ടായിരുന്നു. ഒരു കുറേ ബുക്കുകൾ വീട്ടിലിങ്ങനെ കൊണ്ടുവച്ച് ഞാൻ ഇങ്ങനെ ഒപ്പിട്ടൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ ഞാനൊരു പാക്ക് ചെയ്ത് ബുക്ക് ചെയ്ത് ഒരു 50 ബുക്ക് വെച്ച് ഞാൻ കൊണ്ടുപോയി പോസ്റ്റ് ഓഫീസിൽ കൊണ്ട് കൊടുക്കുന്നൊക്കെ അവൻ കാണുന്നുണ്ട്. പക്ഷെ അവൻ വായിച്ചില്ല. അതിൽ വിഷമമുണ്ടോ? എനിക്കങ്ങനെ അങ്ങനെയുള്ള പ്രശ്നം. ഞാൻ ഇപ്പൊ എന്റെ നാട്ടില് ബുക്ക് ഇറക്കിയിട്ട് ഞാൻ എൻ്റെ ബന്ധുക്കളുടെ അടുത്തോ ആരുടെ അടുത്തും ബുക്ക് വായിക്കണമെന്നോ അല്ലെങ്കിൽ ഞാൻ ബുക്ക് ഇറക്കിയെന്നോ ആരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടാക്കി, അതില് ബുക്കിനെ കുറിച്ച് എഴുതി കുറച്ച് റീൽസ് ഇട്ട് ബൂസ്റ്റ് ചെയ്തു എന്നല്ലാണ്ട് ഞാൻ വായിക്കണം എന്ന് നിർബന്ധമുള്ള കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ ഇത് ബുക്ക് വായിക്കണം എന്ന് നിർബന്ധമുള്ള ആളുണ്ടായിരുന്നു. നമ്മുടെ സിനോയേട്ടൻ, വിവേക്, അങ്ങനെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരെല്ലാം എൻ്റെ ബുക്ക് വായിച്ചെങ്കിൽ നല്ല കമന്റ് പറഞ്ഞു. അപ്പോൾ അതത്രേ ഉള്ളൂ. അല്ലാണ്ട് എല്ലാവരും നമുക്ക് അങ്ങനെ അങ്ങനെ ആഗ്രഹങ്ങളൊന്നുമില്ല. ഓക്കെ, എന്തായാലും വളരെ സന്തോഷമുണ്ട്. എൻ്റെ ചാനലിൽ തന്നെ എനിക്ക് പ്രസാദ് ബേബി അതിനു മുമ്പ് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇപ്പോൾ ലാജോ ജോസ് എന്ന് പറഞ്ഞ എഴുത്തുകാരൻ, അദ്ദേഹത്തിന് 9 നോവലും വായിച്ച ആളാണ് ഞാൻ. ഞാൻ ഭയങ്കര ആരാധികയാണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് മഞ്ഞവെയിൽ മരണം, മറ്റേ ഓറഞ്ച് തോട്ടത്തിലെ അതിഥി, മഞ്ഞവെയിൽ മരണങ്ങൾ, അങ്ങനെ കുറേ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കാണുമ്പോഴും ഞാൻ ഓർക്കാറുള്ളൂ, ഈ എഴുത്തുകാർക്ക് പൊളിയാണല്ലോ. അതൊരു സിനിമയായി. നമ്മുടെ ചാക്കോച്ചൻ്റെ സിനിമ വന്നത് റൂത്തിന്റെ ലോകം, ബൊഗൈൻവില്ല. അപ്പോൾ പ്രസാദ് എഴുതിയെന്ന് കേട്ടപ്പോൾ പ്രസാദിന്റെ പഴയ ആഗ്രഹങ്ങൾ എനിക്കറിയാം. സിനിമയിലേക്ക് വരണം, എഴുതണം, തിരക്കഥ എഴുതണം,
അങ്ങനെയൊക്കെ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ഞാൻ ആദ്യം ഇത് കേൾക്കുമ്പോൾ ചേച്ചി ഞാൻ പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടാണ് എന്നോട് പറയുന്നത്, അല്ലെ നോവൽ എഴുതി വെച്ചിരിക്കുകയല്ല എന്നല്ല പറയുന്നത്, പബ്ലിഷ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ച് പറയുന്നത്. അപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി, ഇത് സത്യമാണോ, നമ്മൾ കളിയാക്കിയതാണോ എന്നെ. അപ്പം ഞാൻ ചിന്തിച്ചൊരു ചിന്തയുണ്ട്, പ്രസാദോ ഇനിയിപ്പോൾ ഭാവിയിൽ ഏതെങ്കിലും ഞാൻ സിനിമ റിവ്യൂ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഓർക്കും നമ്മുടെ സുഹൃത്ത് പ്രസാദ് ബേബി തിരക്കഥ എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കും, ആ ഭാഗ്യം ഉണ്ടാവും. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ? സ്വപ്നം ഇപ്പോഴും ഹൃദയത്തിൽ കിടപ്പുണ്ടോ? സ്വപ്നങ്ങളുണ്ട്. സ്വപ്നം വെച്ച് കഴിഞ്ഞാൽ പാഷൻ എന്ന് പറയുന്നത് ചെറുപ്പം മുതലേ എൻ്റെ വീട്ടിൽ ചെറുപ്പം മുതലേ പറ്റി VCR ഉണ്ടല്ലോ, അപ്പൊ അപ്പച്ചന് എന്നും മറ്റേ കാസറ്റ് കൊണ്ടുവന്നിട്ട് അത് കാണുന്ന. അപ്പൊ അന്ന് മുതൽ സിനിമയാണ് ലോകം, ഒരു നമ്മുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ചെറുപ്പം മുതലേ. പക്ഷെ നമുക്കൊരു നമ്മുടെ കൂടെ സിനിമയ്ക്ക് ഇപ്പൊ പറഞ്ഞ കൂട്ടുകാർക്കൊന്നും സിനിമയിൽ ആഗ്രഹമില്ല, നമുക്കൊന്നുമില്ല. അതുകൊണ്ട് ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ ചാൻസ് കിട്ടിയാ എഴുതും. ചാൻസ് കിട്ടണമെങ്കിൽ നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കണല്ലോ. പരിശ്രമിക്കണമെങ്കിൽ നമ്മൾ അതിന്റെ പുറകെ പോകണം. പക്ഷെ നമുക്ക് പുറകെ പോകാൻ നമ്മുടെ ജോലി എന്ന് പറയുന്നത് 9 to 5 ജോബാണ്, 6 ജോബ്. അത് കഴിഞ്ഞ് കിട്ടണ ഒരു സൺഡേ അല്ലെങ്കിൽ സാറ്റർഡേ, നമ്മൾക്ക് അതെങ്ങനെ അതിലേക്ക് അച്ചീവ് ചെയ്യാൻ എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. തീർച്ചയായിട്ടും പറ്റും. കാരണം പ്രസാദേ, ഞാൻ വായിച്ച ചേതൻ ഭഗത് ആയാലും അതുപോലെ മറ്റുള്ള പ്രശസ്തമായിട്ടുള്ള ഇപ്പോഴത്തെ ഈ ജോണൽ എഴുത്തുകാരൊക്കെ ആയാലും എല്ലാവരും കോർപ്പറേറ്റ്സ് ആയിരുന്നു. അതിൽ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഞാനീ പറഞ്ഞ പേര് ചേതൻ ഭഗത്. അയാൾ വലിയൊരു MNC ടെക്കിയായിരുന്നു. അദ്ദേഹം ആ എഞ്ചിനീയർ ജോബ് കളഞ്ഞിട്ടാണ് അദ്ദേഹം 2-3 ബുക്ക് എഴുതി കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ ബുക്കുകൾ മുഴുവനും കോപ്പീസ് അടിച്ച് പോയിട്ട് ബുക്സാണ്. അദ്ദേഹം ഇപ്പോൾ എഴുതുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അന്നത്തെ കാലത്ത്. അപ്പോൾ തീർച്ചയായിട്ടും വേറൊരു ചേതൻ ഭഗത്തായിട്ടോ അല്ലെങ്കിൽ പ്രസാദ് ബേബി, ചേതൻ ഭഗത്തല്ല, ഒരാളെ ഒരിക്കലും കോപ്പി അടിക്കാൻ പറ്റത്തില്ല. പക്ഷെ അതുപോലെ തന്നെ സ്വപ്നങ്ങൾ നടക്കില്ലെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. പ്രസാദിന്റെ ആഗ്രഹമാണ് പ്രസാദിന് ഇവിടം വരെ എത്തിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ഉള്ളിൽ കിടന്ന സ്പാർക്കാണ്. അതിന് സിറ്റുവേഷൻ നോക്കൂ, ലോകത്തൊരും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു എഴുത്തുകാരൻ എഴുതിയിട്ടുണ്ട്. കാരണം അപ്പച്ചൻ അവിടെ ഉള്ളിലാണ് വളരെ സീരിയസ് ആയിട്ട് ഈ ഒറ്റയ്ക്കുള്ള ഏകാന്തതയിൽ വർക്കിന്റെ ഇടയിൽ ഇരുന്നു കൊണ്ട് ആശുപത്രിയുടെ ഇടനാഴികളിൽ ഇരുന്ന് എഴുതി. ഞാൻ ചിന്തിക്കുന്ന പ്രസാദ് സമാധാനമായിട്ട് വീട്ടിൽ നിന്ന് എഴുതിയൊരു സാധനമാണെന്ന് കരുതുന്നത്, പക്ഷെ അല്ല. അത് വേറൊരു ഞെട്ടൽ എന്നിലുണ്ടാക്കി. അപ്പൊ ആശുപത്രി വരാന്തയിൽ ഇരുന്നു കൊണ്ട് ആ മരുന്നിന്റെ മണമുള്ള ടെൻഷൻസ് ഉള്ള സുഖകരമല്ലാത്ത അന്തരീക്ഷത്തിൽ ഇത്രയും മനോഹരമായ ഒരു നോവലാണ് സാധിക്കുമെങ്കിൽ താങ്കൾ പറഞ്ഞതുപോലെ സിനിമയിലേക്ക് ഒരു തിരക്കഥാകൃത്തായി മാറാൻ വലിയ താമസമൊന്നുമില്ല. അപ്പോൾ വളരെ സന്തോഷം. ഞാനും ആ ബുക്ക് വായിച്ചു. ഇനി അടുത്ത പാർട്ടായിട്ട് ഞാനും വെയിറ്റ് ചെയ്യുവാണ്. എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് ഞാൻ ഒരു എഴുത്തുകാരനെ കൊണ്ടുവന്നു. എൻ്റെ ചാനലിൽ യഥാർത്ഥ ഒരു മോട്ടീവ് എന്തായിരുന്നു അത് ഇന്നത്തെ ദിവസം സഫലമായി എന്ന് തന്നെ ഞാൻ പറയും. ഞാൻ എന്ന് വെച്ചാൽ നേരത്തെ വന്നിരുന്ന ഗസ്റ്റുകളൊന്നും മോശമാണെന്നല്ല, പക്ഷെ ഞാൻ എന്ന വ്യക്തി ആഗ്രഹിക്കുന്ന ഒരു ജോണറിലുള്ളൊരു ഗസ്റ്റ് അത് പ്രസാദാണെന്ന് ഞാൻ പറയാം. അതെൻ്റെ സുഹൃത്തും കൂടെ ആയതിൽ, എഴുത്തുകാരൻ പ്ലസ് എൻ്റെ സുഹൃത്തും കൂടെ ആയതിൽ വളരെ സന്തോഷം. താങ്ക് യു. പിന്നെ എന്നോട് ഇനി എന്തെങ്കിലും ചോദിക്കാറുണ്ടോ? നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തോട് കൂട്ടി പറയാം. എന്താ? നമ്മള് നേരത്തെ ഞാൻ വലിയ എഴുത്തുകാരനാവും, തിരക്കഥാകൃത്താവും എന്നൊക്കെ നീ പറഞ്ഞല്ലോ. അതെ. എനിക്ക് സരിക അത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര, ഞാൻ ചേച്ചിന്ന് വിളിക്കാറ്, എന്നാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് ലുലു അവിടെ ഇങ്ങനെ മറൈൻ ഡ്രൈവ്, ക്യൂൻസ് വാക്ക് വേ, അവിടെയൊക്കെ നമ്മൾ ഈ ചാനലിന്റെ പരിപാടിയായിട്ടൊക്കെ നടക്കുന്ന സമയത്ത് സരിക കണ്ട സ്വപ്നം എന്ന് പറയുന്നത് ബിഗ് ബോസ് ആയിരുന്നു. സരിക 1 വർഷം മുന്നേ അത് അച്ചീവ് ചെയ്തു. അപ്പൊ സരിക പറഞ്ഞ കാര്യം അത് അച്ചീവ് ചെയ്തുകൊണ്ട് ഈ എന്നെ കുറിച്ച് പറഞ്ഞത് സത്യമാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കും. തീർച്ചയായിട്ടും. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ബിഗ് ബോസിലിട്ട് ആ പച്ച ഡ്രസ്സില്ലേ, അതിപ്പോ എവിടെയുണ്ട്? ആർക്കറിയാം. അവരത് എന്തരോ എന്ത് ചെയ്യുന്ന എനിക്ക് അറിയത്തില്ല. എങ്ങനെ അത് കണ്ടുപിടിച്ചു ഇതുപോലൊരു വൾഗർ? എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു, ബിഗ് ബോസിൽ പോണേക്ക് മുന്നേ സരിക ഡ്രസ്സുകൾ ഇങ്ങനെ വാരിക്കൂട്ടി വലിയ പാക്കൊക്കെ ആയിട്ട് പോയിട്ട് ആ കൂടെ ഒരു ഡ്രസ്സ് മാത്രമാണ് പറ്റിയത്. കാരണം എന്നെ സി ഓഫ് ചെയ്യാൻ വന്ന ആളല്ലേ. അത് കഴിഞ്ഞ് 5 ദിവസമായി പുറത്താക്കി. 5 ദിവസമോ പോണോ അവിടെ നിന്ന്? എന്തായാലും ഡ്രസ്സ് കൂടി ഞാൻ ബിഗ് ബോസിൽ ഇട്ടു. അതിന്റെ വാശി ഞാൻ സാധിച്ചു. പത്തനംതിട്ടല്ലേ. അപ്പോൾ വളരെ സന്തോഷം ചാനൽ വന്നതിലും എനിക്കൊരു ഇന്റർവ്യൂ തന്നതിലും ഒരുപാട് സന്തോഷം. ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ, അടുത്ത ബുക്ക് എത്രയും പെട്ടെന്ന് ഇറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി. നാവ് പൊന്നാവട്ടെ. താങ്ക് യു.